സെപ്റ്റംബർ 21 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എവൂസേബിയൂസ്, വിശുദ്ധ മത്തായി ശ്ലീഹ, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ ജെറുൾഫ്. വിശുദ്ധ മത്തായി ശ്ലീഹ. വിശുദ്ധ മത്തായി ആൽഫയുടെ മകനായ ലേവി ആണ്. ലേവി റോമൻ അധികാരികളുടെ നികുതി പിരിവുകാരനായി. ലേവി എന്ന പേര് സൂചിപ്പിക്കുന്നത് അവൻ യഹൂദ ആരാധനാക്രമത്തിന് ഉത്തരവാദികളായ ലേവി ഗോത്രത്തിൽ നിന്നുള്ള വ്യക്തി എന്ന നിലയിലാണ്. മർക്കോസ് 2:14 ലൂക്കോസ് 5:27 പരാമർശിച്ചിരിക്കുന്നത് ലേവി മത്തായി. അതുപോലെ 9:9 മത്തായി എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന അതേ വ്യക്തിയാണെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ലേവി എന്നത് യഥാർത്ഥ പേരും മത്തായി എന്നത് യേശുവിൻ്റെ പരിവർത്തനത്തിന് ശേഷം നൽകിയ പേരായി കണക്കാക്കപ്പെടുന്നു. മത്തായി എന്ന പേരിൻ്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കലായിരുന്നു ലേവിയുടെ തൊഴിൽ. ചുങ്കക്കാരോട് സ്വാഭാവികമായും യഹൂദർക്ക് വെറുപ്പായിരുന്നു. അവരുടെ സമ്പത്ത് കവർച്ച നിധിയായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത്. ചുങ്കക്കാരെല്ലാം വിജാതീയരായിരുന്നു എന്നുള്ള തെർത്തുല്യൻ്റെ അഭിപ്രായം തെറ്റാണ്. മത്തായി ശ്ലീഹ യഹൂദനായിരുന്നു. ഗനേസറത്ത് തടാകത്തിൽ കൂടെയും തിബേരിയോസ് സമുദ്രത്തിൽ കൂടെയും വരുന്ന സാധനങ്ങളുടെയും ജലയാത്രക്കാരുടെയും നികുതി ലേവി സ്വീകരിച്ചിരുന്നു. ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്തുകൂടെ നടക്കുമ്പോഴാണ് ചുങ്കക്കാരൻ ലേവിയെ അപ്പസ്തോലനായി വിളിച്ചത്. ലേവി ധനികനും വിവേകിയുമായിരുന്നു. സമ്പത്തിന് പകരം ദാരിദ്ര്യത്തെ വേൽക്കണമോ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പൊന്തി വന്നിട്ടുണ്ടായിരിക്കണം. ബാഹ്യമായി വിളിച്ചവൻ ആന്തരികമായ കൃപാവരം കൊണ്ട് മനസ്സിനെ ഇളക്കി. പ്രഥമ ആഹ്വാനത്തിൽ തന്നെ ലേവി മനസ്സ് തിരിഞ്ഞു. ആഹ്ലാദഭരിതനായി ചുങ്കക്കാരെയെല്ലാം വിളിച്ച് ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും ഒരു വിരുന്നു കൊടുത്തു. ഫരിസയർക്ക് അതിൽ നീരസം വന്നെങ്കിലും ഈശോ വിരുന്ന് സ്വീകരിച്ചു. ഈ മനുഷ്യരുമായി സ്വയം സഹവസിച്ചതിന് സ്വയം നീതിക്കാരായ ഫരിസയർ യേശുവിനെ പെട്ടെന്ന് കുറ്റം വിധിച്ചു. എന്നിരുന്നാലും യേശു ഫരിസയരെ ശാസിച്ചു. സുഖമുള്ളവർക്ക് വൈദ്യനെ ആവശ്യമില്ല, രോഗികൾക്കാണ് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വാക്കുകളുടെ അർത്ഥം പോയി പഠിക്കുവാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു. ദൈവപുത്രനായ യേശുവിൻ്റെ ആഹ്വാനവും മത്തായിയുടെ പ്രതികരണവും കർക്കശക്കാരായ യഹൂദ അധികാരികളെ ഞെട്ടിച്ചു. ന്യായവിധി നടത്താനും അപലപിക്കുവാനും അവർ ശീലിച്ചു. മത്തായിയെപ്പോലുള്ള നികുതി പിരിവുകാർ സമ്പന്നരും സുഖമായി ജീവിച്ചിരുന്നവരാണെങ്കിലും തൻ്റെ പണത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ചിലത് മത്തായി യേശുവിൽ കണ്ടെത്തി. റോമക്കാരുടെ നികുതി പിരിവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തെ ഒരു പബ്ലിക്കൻ ആയി തരംതിരിച്ചു. ഈ സ്ഥാനം പൊതുസമൂഹത്തിൽ ജനപ്രിയമായിരുന്നില്ല. ഫരിസേയർ എന്നറിയപ്പെടുന്ന യഹൂദ വിഭാഗത്തിൽ പോലും വാസ്തവത്തിൽ ഈ പദവി വഹിച്ചിരുന്ന യഹൂദന്മാർക്ക് ഒരു യഹൂദ സ്ത്രീയെ വിവാഹം കഴിക്കുവാനോ സിനഗോഗിൽ ആരാധന നടത്തുവാനോ ഉള്ള അനുവാദമില്ല. പൊതുസമൂഹം അവരെ ഒഴിവാക്കി. തോണിയും വലയും ഉപേക്ഷിച്ച് അപ്പസ്തോലന്മാരായി തീർന്നവർ പിന്നീട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ ലേവി പിന്നീട് ചുങ്കം പിരിക്കുവാൻ പോയിട്ടില്ല. ലേവി എന്ന പേര് മാറ്റി യഹോവയുടെ ദാനമെന്നർത്ഥമുള്ള മത്തായി എന്ന നാമം യേശു നൽകിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. യേശുവിലുള്ള വിശുദ്ധ മത്തായിയുടെ ആഴത്തിലുള്ള അവബോധവും വിശ്വാസവുമായിരുന്നു മത്തായിയുടെ അഭിപ്രായത്തിൽ സുവിശേഷവുമായി നമുക്കറിയുന്ന വിശുദ്ധവും പ്രചോദിതവുമായ ഗ്രന്ഥം രചിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പിൽക്കാല ഉദ്യമത്തിന് പ്രേരണയായത്. മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ മൂലരൂപം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ AD 75-നും 90-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതിനു മുമ്പ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായിയുടേതായി ഉണ്ടായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട്. ഇത് വാസ്തവമായിരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. വരാനിരിക്കുന്നവൻ അങ്ങ് തന്നെയോ അതോ വേറൊരാളെ കാത്തിരിക്കണമോ എന്ന സ്നാപക യോഹന്നാൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പോലെ തോന്നും മത്തായിയുടെ സുവിശേഷം. ചിറകുള്ള ഒരു മനുഷ്യൻ, ചിറകുള്ള ഒരു സിംഹം, ഒരു കാള, ഒരു കഴുകൻ എന്നിങ്ങനെ 4 ജീവികൾ ചേർന്ന് ദൈവത്തിൻ്റെ സിംഹാസനം സംവഹിക്കുന്നതായിട്ടുള്ള ദർശനം എസെക്കിയേൽ പ്രവാചകൻ വിവരിച്ചിട്ടുണ്ട്. അവ 4 സുവിശേഷകരുടെ പ്രതീകങ്ങളായി കരുതപ്പെടുന്നു.
മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം മനുഷ്യനാണ്. 12 അപ്പസ്തോലന്മാരിൽ ഒരാളും ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ ആദ്യ സുവിശേഷം രചിച്ചതും വിശുദ്ധ മത്തായിയാണ്. ഇപ്പോൾ അത് മത്തായിയുടെ സുവിശേഷം എന്നറിയപ്പെടുന്നു. 12 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്ന മത്തായി ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവ രേഖപ്പെടുത്തി അദ്ദേഹം ആദ്യത്തെ സുവിശേഷം എഴുതി. യേശു കൊടുങ്കാറ്റുകളെ ശമിപ്പിക്കുന്നതും ഭൂതങ്ങളെ ശാസിക്കുന്നതും രോഗം സുഖപ്പെടുത്തുന്നതും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതും ദേവാലയം ശുദ്ധീകരിക്കുന്നതും വരാനിരിക്കുന്ന ഒരു വിമോചകനെക്കുറിച്ചുള്ള പഴയ നിയമ മിശിഹായിക പ്രതീക്ഷകളുടെ പൂർത്തീകരണമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷകനായ വിശുദ്ധ മത്തായി പലസ്തീനായാലും എത്യോപ്യയിലും പാർഥിയയിലും പേർഷ്യയിലും സുവിശേഷം പ്രസംഗിക്കുകയും അവസാനം രക്തസാക്ഷിയാവുകയും ചെയ്തു. അക്കൗണ്ടന്മാർ, ബാങ്കർമാർ, ബുക്ക് കീപ്പർമാർ, സെക്യൂരിറ്റി ഗാർഡുകൾ, സ്റ്റോക്ക് ബ്രോക്കർമാർ എന്നിവരുടെ രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ മത്തായിയെ അംഗീകരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ഒറ്റ വാക്കിന് വിശുദ്ധ മത്തായി ശ്ലീഹ ലോകഭാരങ്ങൾ താഴെ വെച്ച് ക്രിസ്തുവിൻ്റെ ലഘുവും മധുരവുമായ മുഖം തോളിലെടുത്തു എന്നാണ് വിശുദ്ധ ബ്രിജറ്റ് പറയുന്നത്. കർത്താവിൻ്റെ സകല നിവേശങ്ങളും ഉടനടി അനുസരിക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിത ആദർശം. വിശുദ്ധ മത്തായി ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.